ഈ കഥ പാവമായ ഒരു കൃഷിക്കാരൻ കേശവനും അയാളുടെ ഭാര്യയായ മധുമതിയുടെയാണ്. കേശവന് മാവ്, നാരകം, പിന്നെ പുളിയുടെ മരം ഉണ്ടായിരുന്നു. എന്നിട്ട് അയാള് പാടത്തിന്റെ അടുത്ത് തന്നെ ചെറിയൊരു സ്ഥലം വെച്ചിട്ട് ഈ സാധനങ്ങളെല്ലാം വിൽക്കുമായിരുന്നു. ഇയാൾക്ക് കിട്ടുന്ന ലാഭം വളരെ തുച്ഛമായിരുന്നു. ഒരു ദിവസം നടന്ന സംഭവമാണ്. നാട്ടിൽ സർക്കാരിന്റെ സൂചന വന്നു. കേട്ടോളൂ കേട്ടോളൂ എല്ലാവരും കേട്ടോളൂ. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നാളെ മുതൽ 15 ദിവസത്തേക്ക് സ്വയം തൊഴിലിനെ കുറിച്ച് പഠിപ്പിച്ചു തരാൻ പോകുന്നു. അവിടെ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും ജാം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും വീട്ടിലുണ്ടാക്കുന്നതെല്ലാം അവിടെ പഠിപ്പിച്ചു തരും. പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത് പോയിട്ട് നിങ്ങളുടെ പേര് ഇന്ന് തന്നെ പേര് രജിസ്റ്റർ ചെയ്തോളാം കേട്ടോ. ഇത് കേട്ടപ്പോ മധുമതി കേശവനോട് പറഞ്ഞു, ഞാനും ആ സ്ഥലത്ത് പോയിട്ട് മുറബ്ബ ഉണ്ടാക്കാൻ പഠിക്കട്ടെ. നീ അച്ചാർ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാൻ പോവാനാ? നമ്മുടെ പാടത്തുള്ള മാങ്ങ, നാരങ്ങ, പുളി ഉപയോഗിച്ച് നമുക്ക് നല്ല മുറബ്ബ ഉണ്ടാക്കാം. അതുകൊണ്ട് നമുക്ക് ലാഭം കിട്ടുമല്ലോ. ശരി, ഇതും കൂടി ഒന്ന് നമുക്ക് പരിശ്രമിച്ച് നോക്കാം. അടുത്ത ദിവസം തൊട്ട് മധുമതി സർക്കാരി ശിവറിൽ പോയി. അവിടെ അവരെ മാങ്ങ അച്ചാർ, പുളി, പിന്നെ നാരത്തിന് മുറബ്ബ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. അവര് എന്നും അവിടെ പോകാൻ തുടങ്ങി. എന്നിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചു. വീട്ടിലേക്ക് തിരിച്ചു വന്ന മധുമതി മാങ്ങയും നാരങ്ങയുടെ അച്ചാറുണ്ടാക്കി. ഇത് നോക്കൂ, ഒന്ന് രുചിച്ചു നോക്കിക്ക് എങ്ങനെയുണ്ടെന്ന്. അടിപൊളിയായിട്ടുണ്ടല്ലോ. കൊടുത്തത് മുഴുവനും കേശവാണെങ്കിൽ കഴിക്കാനിരുന്നു. ഇത് കണ്ടപ്പോ മധുമതിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായി. ഇപ്പൊ ആവശ്യമുള്ളത് കഴിച്ചോളൂ, നാളെ വിൽക്കുന്ന സമയത്ത് ഇത് കഴിക്കല്ലേ. കേശവ് അവളുടെ മുഖത്തോട്ട് നോക്കി പിന്നെ തിരിച്ച് കഴിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം തൊട്ട് കേശവ് തട്ടുകടയില് അച്ചാറും വെക്കാൻ തുടങ്ങി. കേശവന്റെ തട്ടുകട ഗ്രാമത്തിൽ നിന്ന് ഒരുപാട് ദൂരെയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ അധികം ആൾക്കാരെ കാണാത്തത്. അതുകൊണ്ട് വിൽപ്പനയും അധികം ഇല്ലായിരുന്നു. ഇതൊക്കെ ഇവിടെ വിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കുടുംബത്തിൽ ഇത്ര ദൂരത്ത് നിന്ന് ആരും വന്ന് വാങ്ങിക്കാൻ എങ്ങനെ വിൽക്കാൻ പറ്റില്ലെന്ന്. അടുത്ത ദിവസം തൊട്ട് മധുമതി തട്ടുകടയുടെ അടുത്ത് ഒരു കുടത്തിനകത്ത് വെള്ളം വെച്ചു. ഇനിയിപ്പോ ആൾക്കാര് വെള്ളം കുടിക്കാൻ വന്നിട്ട് അച്ചാറും മുറബയും മേടിക്കും. മധുമതി ചിന്തിച്ച ഈ പ്ലാന് നല്ലതായിരുന്നു. ആൾക്കാർ അവിടെ വെള്ളം കുടിക്കാനും വരും, പിന്നെ അച്ചാറും മുറബയും മേടിച്ചിട്ട് പോകും. ഇപ്പോ മധുമതിക്ക് കൂടുതൽ അച്ചാറും മുറബയും ഉണ്ടാക്കേണ്ടി വന്നു. ഇപ്പൊ കൃഷി പോലും നന്നായിട്ട് നടക്കുന്നുണ്ട്. അതെ, എനിക്കിപ്പോ സഹായത്തിന് ആവശ്യമുണ്ട്. ഞാൻ ആലോചിക്കുമായിരുന്നു, ഞാൻ എന്റെ അനിയത്തി ഇങ്ങോട്ട് വിളിച്ചാലോ? അവൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമല്ലോ. നീ എന്ത് വിചാരിക്കണോ അത് തന്നെ നീ ചെയ്തോ. മധുമതിയും അവളുടെ അനിയത്തിയും ചേർന്ന് അച്ചാറും മുറബയും ഉണ്ടാക്കാൻ തുടങ്ങി. ഓരോ ദിവസം കൂടുമ്പോ അവരുടെ വ്യവസായം കൂടി വന്നു. ഇപ്പോ ഏതു നേരവും ആ തട്ടുകടയിൽ ആൾക്കൂട്ടമാണ്. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് ആ തട്ടുകട ഒരു കടയായിട്ട് മാറി. പിന്നെ മധുമതി 4-5 സ്ത്രീകളെ അവളെ സഹായിക്കാൻ നേരെ വീട്ടിൽ തന്നെ വിളിപ്പിച്ചു. മധുമതിയും കേശവന്റെ കഠിന പരിശ്രമം കാരണം 1 വർഷത്തിനകം അവര് സ്വന്തമായിട്ട് ഒരു ഗോഡൌൺ ഉണ്ടാക്കി. എന്നിട്ട് അതിനെ ഒരു അച്ചാർ ഫാക്ടറി ആയിട്ട് മാറ്റി. ഇപ്പൊ മധുമതി സ്വയമായിട്ട് എല്ലാരെയും ട്രെയിൻ ചെയ്യുന്നു. എന്നിട്ട് അവർക്ക് കൂലിയും കൊടുക്കുമായിരുന്നു. മധുമതി ഇപ്പം പപ്പടം ഉണ്ടാക്കാനും തുടങ്ങി. ഇപ്പൊ അവരുടെ ഗോഡൌണിൽ നിന്ന് പല കടകൾക്കും അച്ചാർ, പപ്പടം, പിന്നെ മുറബയും അയക്കുമായിരുന്നു. കേശവും മധുമതിയും ഒരുപാട് സന്തോഷിച്ചു. അവരുടെ വ്യവസായം നല്ല ഭംഗിയായിട്ട് പോകുന്നു. ഒരു ദിവസം അവര് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. കാരണം വലിയൊരു കമ്പനിയുടെ ഓഫീസർ അവരെ കാണാൻ വന്നു. നിങ്ങളുടെ അച്ചാർ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നന്ദിയുണ്ട്. ഞങ്ങൾ എക്സ്പോർട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ രാജ്യത്ത് നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് അച്ചാറ്, സ്വീറ്റ്സ്, പപ്പടം ഇതെല്ലാം ഞങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് നല്ല ഡിമാൻഡാണ് അവിടെ. വിദേശത്തോ? അതെ, അതിനായിട്ടാണ് നിങ്ങളുടെ അടുത്ത് കോൺട്രാക്ട് ഡീൽ ചെയ്യാൻ വന്നത്. മധുമതിക്കും കേശവനും വലിയൊരു കോൺട്രാക്ട് ആണ് കിട്ടിയത്. ഇത് കാരണം അവരുടെ ഭാഗ്യം തന്നെ അങ്ങ് മാറി. തുടക്കത്തിൽ അവർക്ക് ഒരു ഫാക്ടറി മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ പലയിടത്തും അവരുടെ ഫാക്ടറി ഉണ്ട്. ഓരോ വലിയ ടൗണിലും അവരുടെ സാധനം വിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ കേശവന്റെയും മധുമതിയുടെയും വലിയൊരു കമ്പനി ഉണ്ട്, ശ്രീ കൃഷ്ണ ഫുഡ്സ്. ഇതിനെക്കുറിച്ച് നമ്മുടെ രാജ്യത്തിൽ മാത്രമല്ല, പക്ഷേ വിദേശത്തും നല്ല സംസാരം ഉണ്ടായിരുന്നു. മിതാലി, ഇത് നോക്കുമോളെ, പാൽ നന്നായി പാട വരുന്ന രീതിയിൽ ഇങ്ങനെ നന്നായി തിളപ്പിക്കുകയാണെങ്കിൽ ശുദ്ധമായ നെയ്യ് നമുക്കുണ്ടാക്കാൻ സാധിക്കും മോളെ. ശരിയമ്മേ. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ അതിനു വേണ്ടി നമ്മൾ മാങ്ങയെ ഇതുപോലെ നന്നായി
അരിഞ്ഞ് ഉണങ്ങാനായി വെക്കണം, മനസ്സിലായോ? എന്തിനാ അമ്മൂമ്മേ? എന്തെന്നാൽ മാങ്ങാ കഷ്ണങ്ങളിൽ കുറച്ചെങ്കിലും ഈർപ്പമുണ്ടായിരുന്നാൽ നമ്മൾ അതിൽ മസാല ചേർക്കുമ്പോൾ മാങ്ങയ്ക്ക് രുചിയേ ഉണ്ടാവില്ല. ശരി അമ്മൂമ്മേ, എനിക്ക് മനസ്സിലായി. ഇതുപോലെ മിതാലി അവളുടെ അമ്മൂമ്മയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. മിതാലിക്ക് പാചകം വളരെയേറെ ഇഷ്ടമായിരുന്നു. നാളുകൾ കടന്നുപോയി. ഇപ്പോൾ മിതാലി ഒരു യുവസുന്ദരിയായി മാറിയിരിക്കുന്നു. അമ്മൂമ്മ മിതാലിയെ വളരെ നല്ലൊരു ചെറുപ്പക്കാരനായ മഹേഷുമായി വിവാഹം നടത്തി. മിതാലിയും മഹേഷും വളരെ സന്തോഷത്തോടെ ജീവിച്ചുപോയി. 1 വർഷത്തിനു ശേഷം മിതാലിക്കും മഹേഷിനും ഇരട്ട കുഞ്ഞുങ്ങൾ പിറന്നു. ആ കുട്ടികളെ അവർ അലോക്, ആദിത്യ എന്ന് വിളിച്ചു. അവരുടെ ജീവിതം വളരെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്നു. മഹേഷ് തന്റെ ഉത്തരവാദിത്വം വളരെ നന്നായി നിർവഹിച്ചുകൊണ്ടിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം മിതാലിയുടെ അമ്മൂമ്മ മരിച്ചു. അവൾ കരഞ്ഞു കരഞ്ഞ് അവളുടെ അവസ്ഥ വളരെ മോശമായി തീർന്നു. ഇപ്പോൾ ഈ ലോകത്തിൽ മിതാലിയുടെ സ്വന്തമെന്ന് പറയാൻ 3 പേരാണുള്ളത്. മഹേഷും അവളുടെ 2 കുട്ടികളും. മിതാലി സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം അവൾ തന്റെ ഭർത്താവിനെയും 2 കുട്ടികളെയും നന്നായി പരിപാലിച്ചു. എന്നാൽ ദൈവം മിതാലിയുടെ ജീവിതത്തിൽ സന്തോഷം കുറച്ചു മാത്രമാണ് വിധിച്ചിരുന്നത്. മഹേഷിനൊരു ആക്സിഡന്റിൽ പരിക്കേറ്റു. അങ്ങനെ അയാൾ കിടപ്പിലായിത്തീർന്നു. മിതാലി എന്തു ചെയ്യണമെന്നറിയാതെ വളരെയധികം വ്യസനിച്ചു. അവൾക്ക് തന്റെ കുടുംബത്തെയും കുട്ടികളെയും എങ്ങനെ സംരക്ഷിക്കണമെന്നറിയില്ലായിരുന്നു. കുറച്ചു ദിവസത്തിനുള്ളിൽ വീട്ടിലുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും തീർന്നു. അവരുടെ കയ്യിൽ മരുന്ന് വാങ്ങാൻ കൂടെ പൈസയില്ലായിരുന്നു. അതിനുശേഷം ഒരു ദിവസം മഹേഷും ഈ ലോകത്തോട് വിട പറഞ്ഞു. മഹേഷിന്റെ മരണശേഷം മിതാലിയുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വളരെയധികം വർദ്ധിച്ചു. ആകെയുണ്ടായിരുന്ന സമ്പാദ്യം മഹേഷിന്റെ വരുമാനമായിരുന്നു. ആ വരുമാനം നിലച്ചപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടിലായിത്തീർന്നു. മിതാലി അത്രയും നാൾ ഒരു ജോലിക്കും പോയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ജീവിക്കുന്നതിന് അവളുടെ മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഇപ്പോൾ ഞാൻ സമ്പാദിച്ചില്ലെങ്കിൽ എന്റെ 2 മക്കളും പട്ടിണി മൂലം മരിക്കേണ്ടി വരും. ഞാനിപ്പോൾ സമ്പാദിച്ചേ തീരൂ. എന്നാൽ ഞാൻ എങ്ങനെയാണ് സമ്പാദിക്കുന്നത്? എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ അറിയില്ല. എനിക്ക് വിദ്യാഭ്യാസവും ഇല്ലാതെ പോയല്ലോ. മിതാലി ഒരുപാട് ആലോചിച്ചു. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവൾ വളരെ ആശയക്കുഴപ്പത്തിലായി. അപ്പോഴാണ് അവളുടെ ശ്രദ്ധ വീട്ടിലുണ്ടായിരുന്ന ഒരു പാത്രത്തിൽ ചെന്നെത്തിയത്. അച്ചാർ! ആ, എനിക്ക് അച്ചാറുണ്ടാക്കി സമ്പാദിക്കാൻ സാധിക്കും. അങ്ങനെ മിതാലി അച്ചാർ ഉണ്ടാക്കാൻ ആരംഭിച്ചു. അവൾ അച്ചാർ ഉണ്ടാക്കിയതിനു ശേഷം അവൾ അത് ഒരു വലിയ പാത്രത്തിൽ മാറ്റിവെച്ചു. ആ അച്ചാർ അവൾ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ തീരുമാനിച്ചു. അവൾ ചന്തയിൽ പോയി ഒച്ച വെച്ച് അച്ചാർ വിൽക്കാൻ തുടങ്ങി. ഒരുപാട് ആളുകൾ മിതാലിയിൽ നിന്നും അച്ചാറും വാങ്ങി. സന്ധ്യാസമയമായപ്പോൾ മിതാലി തന്റെ ആദ്യ ദിവസത്തെ വരുമാനം കണ്ട് വളരെയധികം സന്തോഷിച്ചു. ആ പണം ഉപയോഗിച്ച് മിതാലി ഒരുപാട് മാങ്ങകൾ വാങ്ങി. തന്റെ 2 മക്കൾക്ക് വേണ്ടി ആഹാരത്തിനായി ഒരുപാട് സാധനങ്ങളും വാങ്ങി. അടുത്ത ദിവസം മിതാലി വീണ്ടും അച്ചാർ ഉണ്ടാക്കി. വീണ്ടും ചന്തയിൽ പോയി ആ അച്ചാർ അവൾ വിൽപ്പന നടത്തി. കുറച്ചു നാളുകൾക്കുള്ളിൽ മിതാലിയുടെ അച്ചാറിനെ കുറിച്ച് ആ പ്രദേശത്തുണ്ടായിരുന്ന എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി. അതിനുശേഷം മിതാലിയുടെ അച്ചാർ വാങ്ങാനായി ആളുകളുടെ വലിയൊരു ക്യൂ തന്നെയുണ്ടായി. മിതാലി അത്യധികം സന്തോഷിച്ചു. എന്തെന്നാൽ ആവശ്യത്തിലധികം അവൾക്ക് സമ്പാദിക്കാൻ സാധിച്ചു. അവളുടെ 2 കുട്ടികൾക്കും അവൾ ആഗ്രഹിച്ച പോലെ ബുദ്ധിമുട്ടില്ലാതെ സന്തോഷത്തോടെ ഒരു ജീവിതം നൽകി. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം മിതാലിയുടെ 2 കുഞ്ഞുങ്ങളും വളർന്നു വലുതായി. ഇപ്പോൾ അവർ 2 പേരും ഒരു വലിയ സ്കൂളിൽ പഠിക്കാനായി പോകുകയാണ്. മിതാലി അച്ചാറുണ്ടാക്കി വിറ്റ് ഒരു വലിയ വീട് പണി കഴിപ്പിച്ചു. ഇപ്പോൾ മിതാലിക്ക് ചന്തയിൽ അച്ചാറ് വിൽക്കാൻ ഒരു വലിയ കട തന്നെയുണ്ട്. ഇപ്പോൾ അച്ചാറ് മാത്രമല്ല, അതോടൊപ്പം ഒരുപാട് സാധനങ്ങളും ആ കടയിൽ അവൾ വിൽക്കാൻ തുടങ്ങി. മിതാലി തന്റെ സഹായത്തിനായി
ഒരുപാട് യുവതികളെയും ചേർക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഗ്രാമത്തിലുണ്ടായിരുന്ന പാവപ്പെട്ട ഒരുപാട് യുവതികൾക്കും ജോലി ലഭിച്ചു. അവരുടെ ജീവിതവും സന്തോഷപൂർണമായി തീർന്നു. മിതാലിക്ക് ദിവസം തോറും വരുമാനം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. മിതാലി തന്റെ വരുമാനം വർദ്ധിപ്പിക്കാനായി പുതിയ പുതിയ ടെക്നിക്കുകളും ഉപയോഗിക്കാൻ തുടങ്ങി. അവളുടെ ചെറിയ വ്യാപാരം ഇപ്പോൾ ഒരു വലിയ ഫാക്ടറിയായി മാറിയിരിക്കുന്നു. അവൾക്ക് സ്വന്തമായുണ്ടായിരുന്ന ആ ചെറിയ കട ഇപ്പോൾ വലിയൊരു കമ്പനിയായി തീർന്നിരിക്കുന്നു. മിതാലി വിദ്യാഭ്യാസമില്ലാത്ത ഒരു പാവപ്പെട്ട സ്ത്രീയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു വലിയ കമ്പനിയുടെ മുതലാളിയായിരിക്കുന്നു. ഇതിനെക്കുറിച്ച് റിപ്പോർട്ടർ അവളോട് ചോദിച്ചപ്പോൾ, സാധാരണ ഒരു അച്ചാർ വിറ്റ് നിങ്ങൾ ഇത്ര വലിയൊരു കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നു. മാഡം, ഇതിന്റെ പ്രധാന കാരണം എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ പറയാൻ സാധിക്കുമോ? ആവശ്യം. എന്റെ ജീവിതത്തിൽ അങ്ങനെയൊരു ആവശ്യം വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ അച്ചാറും ഉണ്ടാക്കില്ലായിരുന്നു, ഇത്രയധികം വരുമാനവും എനിക്കുണ്ടാകില്ലായിരുന്നു. മിതാലി മാഡം, നിങ്ങളുടെ ഈ പരിശ്രമത്തിൽ ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു. നിങ്ങളുടെ ഈ കമ്പനി ഇന്റർനാഷണൽ ലെവലിൽ ഒരു വലിയ കമ്പനിയായി തീരണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സോ മാഡം, നിങ്ങളുടെ ഈ വിജയത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്, ശരിയായ ആഗ്രഹമുണ്ടെങ്കിൽ പരിശ്രമിക്കുകയാണെങ്കിൽ ആർക്കും ഈ വിജയം സാധ്യമാണ്. ഈ കഥ ഒരു കൂലിപ്പണിക്കാരന്റെയാണ്. ജഗൻ സേഠ് ലാൽ ചന്ദിന്റെ പാടത്ത് പണിയെടുക്കുമായിരുന്നു. സേഠ് ലാൽ ചന്ദിന്റെ പാടം ഗ്രാമത്തിലെ ഏറ്റവും വലിയ പാടമായിരുന്നു. എന്നിട്ട് അവിടെ ഒരുപാട് പണിക്കാര് പണിയെടുക്കുമായിരുന്നു. ദിവസാവസാനം സേഠ് ലാൽചന്ദ് അവരുടെ പണിക്കാർക്ക് അതിന്റെ കൂലി കൊടുക്കുമായിരുന്നു. അല്ലേലും സേഠ് ലാൽചന്ദ് വളരെ നല്ല മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹം പണിക്കാരുടെ മേളിൽ ഒരു കണ്ണ് വെക്കാൻ വേണ്ടി കാലിയെ ഏൽപ്പിച്ചായിരുന്നു. കമല, ഞാൻ കുറെ നേരെ നോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ കൂലി കിട്ടില്ല. ഞാൻ പറയട്ടെ, എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. അതൊന്നും എനിക്ക് അറിയണ്ട. പണിയെടുക്കാൻ വന്ന പണി എടുത്തിരിക്കണം. കാലിയ പലപ്പോഴും പണിക്കാരോട് വളരെ ദേഷ്യത്തിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം സംഭവിച്ചത്, ജഗൻ പാടത്ത് പണിയെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അയാളുടെ ശ്രദ്ധ തിരിഞ്ഞത്. പെട്ടെന്ന് അയാളുടെ കൈ മുറിഞ്ഞു. കുറെ പണിക്കാര് അയാളുടെ അടുത്തേക്ക് പോയി. ഒരു സ്ത്രീ അയാളുടെ മുറിവ് കെട്ടിക്കൊടുത്തു. പിന്നെ പണിക്കാരെല്ലാവരും അവരൊരു പണി നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് കാലിയ അവിടെ എത്തിയത്. ഹേയ് ജഗൻ, എന്താടാ വെറുതെ ഇരിക്കുന്നത്? ചേട്ടാ, ഇദ്ദേഹത്തിന്റെ കൈ കോടാലി കൊണ്ട് മുറിഞ്ഞു. നിങ്ങൾക്ക് പണിയിൽ ശ്രദ്ധേയില്ല. പക്ഷേ കൂലിപ്പണം മാത്രം മുഴുവനും വേണം. നിങ്ങളുടെ മരുന്ന് ചെലവുകളെല്ലാം ഞങ്ങൾ തന്നെ നോക്കണം. നിങ്ങളൊക്കെ കൂടി ചേർന്ന സേട്ടിനെ പെരുവഴിയിലാക്കും. കാലിയുടെ സംസാരം കേട്ടപ്പോ ജഗന് ഒരുപാട് ദേഷ്യം വന്നു. ഒന്നും സംസാരിക്കാതെ അയാള് വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന അയാള് ഭാര്യയോട് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. പാവം കയ്യിലെ മുറിവ് കണ്ടപ്പോ കരയാൻ തുടങ്ങി. അയ്യോ, എന്തിനാ നീ കരയുന്നത്? കുറച്ചു ദിവസത്തിൽ എല്ലാം ശരിയാവുന്നേ. ഈ മുറിവ് ഉണങ്ങിപ്പോകും. പക്ഷേ അയാളോ, ആ കാലിയ നിങ്ങളോട് ഓരോ കാര്യം പറഞ്ഞ് ദേഷ്യപ്പെടുപ്പിക്കില്ലേ? അതുകൊണ്ടെന്താ? അവൻ അതെല്ലാം ശീലമല്ലേ? ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നിങ്ങൾക്ക് ഈ കൂലിപ്പണി ഒന്നും വിടാൻ പറ്റില്ലേ? ഈ കൂലിപ്പണി എടുക്കുന്നത് ഞാൻ അങ്ങ് നിർത്തിക്കളഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാ? നമുക്ക് വേണമെങ്കിൽ കോഴിയെ വാങ്ങി അതിന്റെ മുട്ട വിൽക്കാം. പക്ഷേ അത് വാങ്ങിക്കാനുള്ള പണം നമ്മുടെ കയ്യിൽ എവിടെ ഉണ്ട്? എന്റെ പൂർവികര് എനിക്ക് സ്വത്തുക്കളൊന്നും തന്നിട്ട് പോയിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? മാല അവളുടെ കയ്യിലിരുന്ന് 2 വളകളും ഊരി, പിന്നെ കാതിലെ കമ്മലും കൊടുത്തു. ആഭരണങ്ങൾ അണിയാൻ വേണ്ടി മാത്രമല്ല, പക്ഷേ അത്യാവശ്യത്തിന് അതിനെ വിൽക്കാനും കഴിയും. വേണ്ട വേണ്ട, ഇത് എനിക്ക് വേണ്ട. മാല ഒരുപാട് വാശി പിടിച്ചതുകൊണ്ട് ജഗൻ ആ ആഭരണങ്ങൾ മേടിച്ചു. ജഗനും മാലയും മാർക്കറ്റിലേക്ക് പോയി. എന്നിട്ട് അവര് ആ ആഭരണങ്ങൾ ഒരു സ്വർണ്ണക്കടക്കാരന് കൊടുത്തു. അതിനവർക്ക് 2000 രൂപ കിട്ടി. പിന്നെ മാലയും ജഗനും ഒരു കോഴിക്കാരന്റെ അടുത്തേക്ക് പോയി. അതെ, ഒരു കോഴിയുടെ വില എത്രയാ? ഒരു കോഴിയുടെ വില 100 രൂപയാണ്. ഇനി ഒരു പക്ഷേ 10 കോഴി മേടിക്കുകയാണെങ്കിൽ ഒരു കോഴീനെ ഞാൻ ഫ്രീ ആയിട്ട് തന്നേക്കാം. വളരെ നല്ല കാര്യം. ജഗൻ അയാൾക്ക് 1000 രൂപ കൊടുത്തു. ആ കടക്കാരൻ വലിയൊരു കൊട്ടയ്ക്കകത്ത് 10 കോഴിയും പിന്നെ ഒരു പൂവനെയും കൂടാണ് കൊടുത്തത്. ജഗനും മാലയും വീട്ടിലേക്ക് വന്നു. എന്നിട്ട് പിന്നെ അവര് ബാംബുയുടെ കഷ്ണം ഉപയോഗിച്ച് കോഴികൾക്ക് വേണ്ടി കൂടുണ്ടാക്കി. കോഴികളെല്ലാം അതിനകത്ത് കളിക്കുന്ന കണ്ടപ്പോ മാലയ്ക്കും ജഗനും ഒരുപാട് സന്തോഷം ഉണ്ടായി. അടുത്ത ദിവസം മാല കോഴികളുടെ മുട്ടയെല്ലാം ഒന്നിച്ചാക്കി.
ജഗൻ ആ മുട്ടയെല്ലാം ഒരു വ്യവസായിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ആ 10 മുട്ടയ്ക്ക് 30 രൂപ മേടിച്ചു. എന്നും ഇതൊക്കെ തന്നെയായിരുന്നു സംഭവിച്ചത്. ഒരു മാസം കഴിഞ്ഞു. ഇന്ന് ജഗൻ ഉണ്ടാക്കിയ കാശെല്ലാം എണ്ണുമായിരുന്നു. ഒരു ദിവസത്തേക്ക് 30 രൂപയാണെങ്കിൽ ഒരു മാസത്തേക്ക് 900 രൂപ. നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് 500 രൂപയായിരുന്നു. ഞാൻ കുറച്ച് കാശ് എടുത്തോണ്ട് പോയി സ്വർണം വാങ്ങിച്ചോണ്ട് വരാം. വേണ്ട വേണ്ട, അധികം കിട്ടിയ കാശെല്ലാം ഇനി കോഴിയെ മേടിക്കാൻ ഉപയോഗിക്കാം. ഇങ്ങനെ നമുക്ക് കൂടുതൽ ലാഭം ഉണ്ടാകുമല്ലോ. ജഗൻ മാല പറഞ്ഞ കാര്യം കേട്ടു. എന്നിട്ട് മാർക്കറ്റിൽ നിന്ന് 5 കോഴിയും കൂടെ മേടിച്ചു. ഇപ്പൊ ആ ദിവസവും 15 മുട്ടയാണ് കിട്ടാറുള്ളത്. ഇത് കണ്ട് മാല ഒരുപാട് സന്തോഷിച്ചു. അടുത്ത മാസം ജഗൻ ഒരിക്കൽ കൂടി കണക്ക് നോക്കാനിരുന്നപ്പോ അപ്പോഴാണ് ഒരു ദിവസത്തേക്ക് 35 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തേക്ക് 1350 രൂപ. എന്റെ അമ്മോ! ഇപ്പോഴാണ് ജഗന് കണക്ക് മനസ്സിലായത്. അടുത്ത 3 മാസം വരെ ജഗൻ 10 കോഴി വീതമാണ് മേടിച്ചത്. എല്ലാം കൂടി ജഗനിന്റെ കയ്യില് 50 കോഴിയാണ് ഉള്ളത്. ഇപ്പൊ അയാൾക്ക് ദിവസം 150 രൂപയാണ് കിട്ടാറുള്ളത്. ഇത് കണ്ടപ്പോ അയാൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഈ പ്രാവശ്യം അയാൾ കണക്ക് നോക്കിയപ്പോഴാണ് ഈ മാസം മൊത്തത്തില് 4000 രൂപ സമ്പാദിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ പറയുമായിരുന്നല്ലോ. അതെ അതെ, വരൂ. ഇനി എത്ര നാൾ എന്റെ കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കുന്നേ. രണ്ടുപേരും തട്ടക്കാരന്റെ അടുത്ത് പോയി. 2000 രൂപയ്ക്ക് പലിശയടക്കം 2250 രൂപയായി. ഇന്നാ എടുത്തോളൂ. ജഗൻ കാശ് കൊടുത്ത് ആഭരണങ്ങൾ തിരിച്ചു മേടിച്ചു. അവിടെ ജഗൻ ഒരു മൂക്കുത്തി കണ്ടു. ആ മൂക്കുത്തി എത്രയാണ്? അധികം വിലയൊന്നുമില്ല, 450 രൂപയേ ഉള്ളൂ. അതും തന്നേക്കൂ. മാല പുതിയ മൂക്കുത്തി ഇട്ടപ്പോ ഒരുപാട് സന്തോഷിച്ചു. അതിനുശേഷം ജഗൻ അയാളുടെ മുട്ടയുടെ വ്യാപാരം തുടങ്ങി. 1 വർഷത്തിന് ശേഷം അയാള് നേടിയ ലാഭം 30,000 രൂപയായിരുന്നു. ഇപ്പൊ അയാളുടെ സ്വന്തമായിട്ട് പോൾട്രി ഫാം ഉണ്ട്. ഫാമിൽ പണിയെടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ അവരുടെ കുഞ്ഞു കുടില് വലിയൊരു കൊട്ടാരം പോലെ മാറിക്കഴിഞ്ഞു. ഇപ്പൊ ജഗനും മാലിക്കും അവരുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. 1 വർഷം മുമ്പായിരുന്നു ജഗൻ കൂലിപ്പണി എടുത്തോണ്ടിരുന്നത്. ഇപ്പൊ അദ്ദേഹം ഒരു വ്യവസായിയാണ്. മാല വാശി പിടിക്കത്തില്ലായിരുന്നെങ്കിൽ ജഗൻ ഇപ്പോഴും കൂലിപ്പണി എടുത്തോണ്ടിരുന്നേനെ. അതുകൊണ്ടാണ് പറയുന്ന കുട്ടികളെ, ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ ഒരു അവസരം മാത്രം കിട്ടിയാ മതി. ജഗന് കിട്ടിയതുപോലെ. എന്നിട്ട് അയാൾക്ക് 1 വർഷത്തിനകം വിജയം നേടിക്കിട്ടി. പച്ചക്കറികൾ വാങ്ങുന്നില്ലേ? നല്ല ഫ്രഷ് ആയിരിക്കുന്ന പച്ചക്കറികൾ വാങ്ങൂ. നല്ല ചുവന്ന തക്കാളി, നല്ല ജൈവ പച്ചക്കറികൾ വാങ്ങിക്കോളൂ. മീര തന്റെ പച്ചക്കറികൾ എല്ലായിടത്തും ചുറ്റിക്കറങ്ങി വിറ്റുകൊണ്ടിരുന്നു. ദിവസവും ഗ്രാമം ചുറ്റിത്തിരിയുമ്പോൾ അവൾ എപ്പോഴും ഒരു മനോഹരമായ പച്ചക്കറിത്തോട്ടം കാണാറുണ്ടായിരുന്നു. ഒരുപാട് വർഷങ്ങളായി ഞാൻ ഈ പച്ചക്കറിത്തോട്ടം കണ്ടുകൊണ്ടേയിരിക്കുന്നു. മീര ആ പച്ചക്കറിത്തോട്ടം വാങ്ങാനായി ആഗ്രഹിച്ചു. ആ സ്ഥലത്ത് അവൾ തന്നെ സ്വയം പച്ചക്കറികൾ നടാനായി ആഗ്രഹിച്ചു. എന്നാൽ അവളുടെ സാഹചര്യങ്ങൾ അവളെ അതിന് അനുവദിച്ചില്ല. മീരയ്ക്ക് ഒരു ചെറിയ മകനുണ്ടായിരുന്നു. അവനെ നന്നായി വളർത്തേണ്ട ഉത്തരവാദിത്തം മീരയുടേതായിരുന്നു. എന്തെന്നാൽ മീരയുടെ ഭർത്താവ് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയിരുന്നു. ഒരു ദിവസം എന്താ സംഭവിച്ചതെന്നോ? പച്ചക്കറികൾ വാങ്ങുന്നില്ലേ? നല്ല ഫ്രഷ് ആയിരിക്കുന്ന പച്ചക്കറികൾ വാങ്ങിക്കോളൂ. ചുവന്ന തുടുത്ത തക്കാളി, നല്ല ജൈവ പച്ചക്കറികൾ വാങ്ങിക്കോളൂ. അപ്പോഴാണ് അവളുടെ മുന്നിലേക്ക് നെയ് വിൽക്കുന്ന വിമല വന്നത്. എങ്ങനെയുണ്ട് മീര? നിനക്ക് സുഖമല്ലേ? ഞാൻ സുഖായിരിക്കുന്നു. നീ പറയൂ, നിനക്കെങ്ങനെയുണ്ട്? എനിക്ക് സുഖമാണ്. നിനക്കൊരു കാര്യം അറിയോ? ആ പച്ചക്കറിത്തോട്ടം വച്ചിരിക്കുന്നയാൾ ആ തോട്ടം വിൽക്കാത്രേ. എന്റെ കയ്യിൽ ഇപ്പോൾ പൈസയുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് തന്നെ ആ തോട്ടം വാങ്ങിയേനെ. നിനക്കറിയോ? മീരയ്ക്ക് ആ തോട്ടം വളരെ വളരെ ഇഷ്ടമായിരുന്നു. ഇത് കേട്ട ഉടനെ മീര ആ തോട്ടക്കാരനെ കാണാനായി പോയി. ഇത് നോക്ക്, നിങ്ങൾ ഈ തോട്ടം വിൽക്കാൻ പോകുകയാണെന്ന് ഞാൻ കേട്ടല്ലോ. ആ, പ്രായം കൂടിയത് കാരണം എനിക്കിപ്പോ ഒട്ടും വയ്യ. എനിക്കിതൊന്നും നോക്കി നടത്താനുള്ള ശക്തി ഒട്ടുമില്ല. അതുകൊണ്ടാ ഞാനിതൊക്കെ വിൽക്കുന്നത്. നിനക്ക് ഇതൊക്കെ മേടിക്കാനുള്ള താല്പര്യമുണ്ടോ? അതെ, അത് സത്യമാണ്.
എന്നാൽ വാങ്ങാൻ കഴിയുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. ശരി, ഇതിന്റെ വില എത്രയാണെന്ന് പറയൂ. എനിക്കിതിന് ഒരു 500 നാണയങ്ങൾ വേണം. എന്റെ ദൈവമേ, എന്റെ അടുത്ത് 200 കാശ് മാത്രമേ ഉള്ളൂ. 200 നാണയങ്ങൾ ഒരുപാട് കുറവാണ്. 400 നാണയങ്ങൾക്ക് കുറവായി ഞാനിത് വിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെയെങ്കിൽ ആ 200 കാശ് ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തരികയാണെങ്കിൽ അടുത്ത 4 മാസം ഓരോരോ മാസവും 50 കാശ് നിങ്ങൾക്ക് ഞാൻ തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ തോട്ടം എനിക്ക് തരാനായി കഴിയുമോ? ആ തോട്ടക്കാരൻ ചിന്തിച്ചു. അങ്ങനെയാണെങ്കിൽ ശരി, അടുത്ത 4 മാസങ്ങൾ നീ എനിക്ക് 50 നാണയങ്ങൾ വീതം തന്നു തീർക്കണം. മീരയ്ക്ക് വളരെയധികം സന്തോഷമായി. എന്തെന്നാൽ അവൾ ആഗ്രഹിച്ചിരുന്ന ആ തോട്ടം അവൾക്ക് കിട്ടാൻ പോവുകയാണ്. അതിനുശേഷം മീര വളരെയധികം പ്രയത്നിക്കാൻ തുടങ്ങി. അവൾ ദിവസവും ഒരുപാട് പച്ചക്കറികൾ വാങ്ങി വിൽക്കാൻ തുടങ്ങി. അങ്ങനെ അവൾക്ക് ഒരുപാട് പൈസ കിട്ടാനും തുടങ്ങി. ദിവസവും മീര കുറച്ച് കുറച്ച് പൈസ മാറ്റിവെച്ചു. പിന്നീട് വൈകുന്നേരങ്ങളിൽ പൂ അതുപോലെയുള്ള സാധനങ്ങളും വിൽക്കാൻ തുടങ്ങി. 1 മാസത്തിന് ശേഷം മീര ആ തോട്ടക്കാരന്റെ അടുത്ത് പോയി 50 കാശ് കൊടുത്തു. മീരയ്ക്ക് വളരെ സന്തോഷമായി. മീര ദിവസവും ഇതുപോലെ പ്രയത്നിക്കാൻ തുടങ്ങി. അവൾ രാവിലെ പച്ചക്കറിയും വൈകുന്നേരങ്ങളിൽ പൂവും പലഹാരവും വിൽക്കാൻ തുടങ്ങി. അങ്ങനെ മീര 4 മാസങ്ങൾക്കുള്ളിൽ തോട്ടക്കാരന് കൊടുക്കാനുണ്ടായിരുന്ന മുഴുവൻ കാശും കൊടുത്തു. ഒരുപാട് സന്തോഷമുണ്ട് മീര. ഇനി ഈ വസ്തുവെല്ലാം നിന്റേത് മാത്രമാണ്. ഇതിനെ നീ ഇനി നന്നായി നോക്കണം മീര. മീരയുടെ സ്വന്തമായി തോട്ടം വാങ്ങാനുള്ള ആഗ്രഹവും നിറവേറി. ഇപ്പോൾ മീര തന്റെ സ്വന്തം തോട്ടത്തിൽ പച്ചക്കറികൾ വിളയിക്കാനും തുടങ്ങി. മറ്റു പച്ചക്കറി വ്യാപാരികളെല്ലാം അവളുടെ കയ്യിൽ നിന്നും പച്ചക്കറികൾ വാങ്ങാൻ തുടങ്ങി. മീരയുടെ കഠിന പ്രയത്നം അവളുടെ ജീവിതത്തിൽ സന്തോഷം നിറച്ചു. അവളുടെ മകനും ഇപ്പോൾ നല്ലൊരു സ്കൂളിൽ പഠിക്കാൻ ആരംഭിച്ചു. അങ്ങനെ മീരയുടെ ജീവിതം സന്തോഷം കൊണ്ട് നിറഞ്ഞു. അതുകൊണ്ടാണ് പ്രയത്നിക്കുന്നവർ ഒരിക്കലും തോൽക്കില്ല എന്ന് പറയുന്നത്.